PV അൻവർ MLA നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പിറവിയെടുത്തു. മലപ്പുറം മഞ്ചേരിയിൽ പ്രത്യേകമൊരുക്കിയ സമ്മേളനത്തിലായിരുന്നു കൂട്ടായ്മയുടെ പ്രഖ്യാപനം. എന്നാൽ DMK എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും അത്തരമൊരു സാഹചര്യം വന്നാൽ രാഷ്ട്രീയ പാർട്ടി ആകാൻ കഴിയുമെന്നും നയരൂപീകരണ പ്രസംഗത്തിനിടെ അൻവർ കൂട്ടിച്ചേർത്തു. അജിത് കുമാറിനെതിരായ നടപടിക്ക് പിന്നാലെ അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണും. കൂടുതൽ വിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. PV അൻവർ നിർത്താനുള്ള ഭാവമേ ഇല്ല എന്ന് നമുക്ക് തുടക്കത്തിലേ മനസ്സിലായിരുന്നു. ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തൊക്കെയാണ് കരുതി വെച്ചിട്ടുണ്ടാവുക? ഗുഡ് മോർണിംഗ് മോത്തി. ഇന്നലത്തെ മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രധാനമായും PV അൻവറിന് പറയാനുള്ളത് ADGPക്കെതിരായി വന്ന റിപ്പോർട്ടിൽ തന്നെയാണ്. ഇന്നലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു മാസ് സ്റ്റൈലിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. തൊപ്പി ഊരിക്കാൻ അറിയാം, അത് പറഞ്ഞവൻ്റെ പേര് അൻവറാണ് CMA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ നിമിഷം തന്നെ PV അൻവർ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പിന്നാലെ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പ്രധാനമായും തന്നെ പറയുന്നത്. ഒപ്പം തന്നെ ഇന്നലത്തെ യോഗം നമ്മൾ കണ്ടതാണ്. ഈ അൻവർ പ്രത്യക്ഷത്തിൽ ഒരു സോഷ്യൽ മൂവ്മെന്റ്, സോഷ്യൽ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പോലും രാഷ്ട്രീയ പാർട്ടിയുടെ രീതിയിലുള്ള, സംഘടനയുടെ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതും ഒരു DMKയുടെ ബാനറിൽ കേരളത്തിലെ ഏറ്റവും സ്വീകാര്യനായ MK സ്റ്റാലിനെയും അത് പിന്തുണ തേടിക്കൊണ്ടായിരുന്നു അൻവറിന്റെ നീക്കങ്ങളൊക്കെ. അത്തരത്തിലുള്ള ചടുല നീക്കങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. ഇന്നലത്തെ പരിപാടിയിലേക്കൊന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ തമിഴ് പറഞ്ഞുകൊണ്ടായിരുന്നു അൻവറിന്റെ ഒരു മാസ് എൻട്രി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മഞ്ചേരിയിൽ എത്തുമ്പോൾ വലിയ ആരവങ്ങളായിരുന്നു. തുടക്കത്തിൽ ഒരു ബജറ്റ് അവതരണത്തിന് മോഡലിലുള്ള ഒരു നയരൂപീകരണമാണ് നടന്നത്. അവിടെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് വ്യക്തമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ADGPക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള ആഞ്ഞടിക്കൽ വീണ്ടും അൻവർ തുടരുന്നതാണ് കണ്ടത്. ഓരോ ഘട്ടത്തിലും ഈ നയപ്രഖ്യാപനത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ സർക്കാരിനെതിരെ ഉയർന്ന, ഇപ്പോൾ ജനങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ മോട്ടോർ വാഹനത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ വലിയ കയ്യടികൾ വരുന്നതും നമ്മൾ കണ്ടാണ്. അത്തരത്തിൽ ഈ ആളുകളെ കൂട്ടിക്കൊണ്ട് ഒരു റിബൽ ആയിക്കൊണ്ട് തന്നെ ഒരു സ്വരമുയർത്താൻ അൻവറിന് സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ വിജയമായി തന്നെ ഇവിടെ വിലയിരുത്താവുന്നതാണ്. കാരണം അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന നായകനായിരുന്നു PV അൻവർ. അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ആയിട്ട് അൻവറിൻ്റെ ഒരു കരിയറിലെ തന്നെ, രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് അൻവർ കടക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അൻവർ ഉണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ. അതിൻ്റെ തുടർച്ച ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിയമസഭയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് നമുക്കറിയാം. ഒപ്പം തന്നെ ഇത്തരത്തിൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അത് അവിടെയും ചൂട് പിടിച്ച ചർച്ചയായി തന്നെ അവശേഷിക്കുകയാണ്. അതൊക്കെ ഇനി എന്താകുമെന്ന് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ. അതെ മോത്തി, ഒരു ഘട്ടത്തിൽ ഒരു ഭാഗത്ത് അൻവർ ഇങ്ങനെ ശക്തി പ്രകടനം നടത്തുമ്പോഴാണ് CPMന്റെ ഒരു പ്രതിരോധം എന്ന് നമുക്ക് പറയാം. അൻവർ ഇത്തരത്തിൽ ആദ്യ യോഗം നിലമ്പൂരിൽ നടത്തിയപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസമായ തിങ്കളാഴ്ചയാണ് CPM ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം മുതിർന്ന PB നേതാക്കളായ A വിജയരാഘവനെ നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗമാണ് നിലമ്പൂരിൽ. അതിൽ അൻവറിന് എതിരെ എന്തൊക്കെ ആയിരിക്കും പറയുക, അൻവറിനെ പ്രതിരോധിക്കാൻ എന്തായിരിക്കും CPMന്റെ ഒരു ടാക്ടിക്കൽ മൂവ് എന്നുള്ളത് കൂടിയാണ് ഈ വിശദീകരണ യോഗത്തിൽ കൂടി ലക്ഷ്യമിടുന്നത്. എന്തായാലും അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. അവിടെ അൻവർ രണ്ടു പടി കയറ്റി അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ചടുലമായ നീക്കങ്ങൾ DMK നേതാക്കളുമായ ചർച്ച ചെയ്യുന്നു. പിന്നെ DMK എന്ന പേരിൽ തന്നെ ഒരു രാഷ്ട്രീയ മൂവ്മെന്റിന് രൂപം കൊടുക്കുന്നു. പിന്നാലെയാണ് ഇപ്പോൾ CPMന്റെ കൂടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം. അത് പാർട്ടിയെ, ഈ അൻവറിന്റെ ഈ ശക്തി പ്രകടനം പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു ക്ഷീണം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു വെക്കേണ്ടത് കൂടിയാണ് CPMന്റെ ആവശ്യം. അതിനുകൂടിയാണ് ഈ ഒരു വിശദീകരണ യോഗം CPM നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അൻവർ